ദൈവത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസും ശീലാസും സുവിശേഷം നിമിത്തം ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി. അവർ തടവറയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും കിടന്നുറങ്ങുന്ന രാത്രിയിൽ അവർ പാടുകയാണ്. അവരുടെ ശരീരം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ അവർ ആത്മാവിൽ സ്വതന്ത്രരാണ്. ദൈവം അവർക്ക് നൽകിയ വിടുതലിനെ അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അവരുടെ മേലുള്ള ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. അവിടെയുള്ള തടവുകാർക്കെല്ലാം ഒരു വിടുതലുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ ആരാധിച്ചത് അവരുടെ ആത്മാവിൽ ദൈവം നൽകിയ വിടുതൽ തിരിച്ചറിഞ്ഞിട്ടാണ്. ശരീരത്തെ അവർ ബന്ധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ആത്മാവിനെ, അവരുടെ ആരാധനയെ, അവരുടെ സ്തുതികളെ ബന്ധിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അത് ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിൽ സ്വതന്ത്രരാണോ? ദൈവം നിങ്ങൾക്ക് നൽകിയ വിടുതൽ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ കർത്താവ് തൻ്റെ ക്രൂശമരണത്തിലൂടെ നമ്മെ എല്ലാവരെയും വീണ്ടെടുത്തിരിക്കുകയാണ്. പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ആത്മാവിൽ സ്വതന്ത്രരാണ്. ശരീരത്തിൻ്റെ ബന്ധനങ്ങൾ, രോഗങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കരുത്, നിങ്ങളുടെ ആരാധനയെ ബാധിക്കരുത്. പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിക്കുന്നത് അവർ ആത്മാവിൽ വിടുതൽ അനുഭവിച്ചിട്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ ആത്മാവിൽ വിടുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരത്തിൽ ബന്ധിച്ചാലും നിങ്ങളുടെ സാഹചര്യം എത്ര പ്രതികൂലമായാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. കാരണം നിങ്ങൾ ആത്മാവിൽ സ്വതന്ത്രരാണ്. അത് ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾക്ക് ലഭിച്ച വിടുതൽ, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിച്ചാൽ ശരീരത്തിനും ഒരു വിടുതലാണ്. ഇന്ന് പകൽ നിങ്ങളെ ഒതുക്കിയിരിക്കുന്ന കാരാഗ്രഹ ബന്ധനം പോലെ പൗലോസിനെ ഒതുക്കിയ സാഹചര്യങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. എത്ര പേർ ഇന്ന് പകൽ ആ വിടുതൽ തിരിച്ചറിയുന്നു? യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് പാപമോചനം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. അതെ, ഇന്ന് പകൽ നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആത്മാവിൽ ദൈവം നൽകിയ വിടുതലിലേക്കാണ്. അവൻ നമ്മുടെ ബന്ധനങ്ങളെ അടിച്ചിരിക്കുകയാണ്. ശരീരത്തെ ബന്ധിക്കാൻ ശത്രുവിന് കഴിഞ്ഞേക്കാം, എന്നാൽ നിങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കുവാൻ അവന് കഴിയുകയില്ല. നമ്മുടെ കർത്താവ് തൻ്റെ ക്രൂശമരണത്തിലൂടെ സകല ബന്ധനങ്ങളെയും അഴിച്ചിരിക്കുകയാണ്. ഇന്നു പകൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ആത്മാവിൽ സ്തുതിച്ച് ദൈവസന്നിധിയിൽ മുന്നേറുക. അതെ, ആത്മാവിൽ നിങ്ങൾക്ക് ലഭിച്ച വിടുതൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തുതിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് മുൻപിൽ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കാൻ പോവുകയാണ്. ഒരു ദൈവപ്രവൃത്തി ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.